तेरी
ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ओम शांति 25/3/2022। मीठे बच्चे, बाप ही तुम्हारा बाप, ടീച്ചർ और गुरु है। മധുര സന്താനങ്ങളെ, ബാബയാണ് നിങ്ങളുടെ അച്ഛനും ടീച്ചറും ഗുരു। ഉൻകാ ജീത്തെ ജി ബൻകർ മാല മേ പിറോ ജാനാ ഹെ। ജീവിച്ചിരിക്കെ ദേഹബോധത്തിൽ നിന്നും മരിച്ച് ആ അച്ഛന്റേതായി മാറി മാലയിൽ വരണം। പ്രശ്ന, तुम बच्चे किस निश्चय के आधार से पक्के ब्राह्मण बनते हो? കുട്ടികളായ നിങ്ങൾ എന്ത് നിശ്ചയത്തിന്റെ ആധാരത്തിലാണ് പക്ക ബ്രാഹ്മണനാകുന്നത്? उत्तर, तुम्हें पहला निश्चय हुआ कि इन आंखों से देह सहित जो कुछ दिखाई देता है। നിങ്ങൾക്ക് ആദ്യത്തെ നിശ്ചയം വന്നു, ഈ കണ്ണുകൊണ്ട് ദേഹവും ദേഹസഹിതം എന്തെല്ലാം കാണുന്നോ, യഹ സബ് പുരാനാ ഹേ, അവയെല്ലാം പഴയതാണ്। യഹ ദുനിയാ ബഹുത് ചീച്ചി ഹേ, ഈ ലോകം വളരെ മോശമാണ്। യഹ ഹമാരെ രഹനെ കാ ലായക് നഹീ ഹേ, ഈ ലോകം നമുക്ക് വസിക്കാൻ യോഗ്യതയുള്ള സ്ഥലമല്ല। हमको बाप से नई दुनिया का वर्षा मिलता है, നമുക്ക് ബാബയിൽ നിന്നും പുതിയ ലോകത്തിന്റെ ആസ്തി ലഭിക്കുന്നു। ഇസ് നിശ്ചയ കെ ആധാർ സെ തും ജീത്തെ ജി, ഈ നിശ്ചയത്തിന്റെ ആധാരത്തിൽ നിങ്ങൾ ജീവിച്ചിരിക്കെ इस पुरानी दुनिया और पुराना शरीर से मरकर
ബാപ് കാ ബൻതേ ഹോ. ഈ പഴയ ലോകം പഴയ ശരീരത്തിൽ നിന്നും മരിച്ച് ബാബയുടേതായി മാറുന്നു. തുമേ നിശ്ചയ ഹെ കി ബാപ് ദ്വാരാ ഹി വിശ്വ കി ബാദ്ഷാഹി മിൽത്തി ഹെ. നിങ്ങൾക്ക് നിശ്ചയമുണ്ട് ബാബയിലൂടെയാണ് വിശ്വരാജ്യം ലഭിക്കുന്നത്. ഗീതം മർന തേരി ഗലി മേ. മരിക്കണം നിന്റെ മടിത്തട്ടിൽ. ഓം ശാന്തി. ബച്ചെ ഗീത് ഗാത്തെ ഹെ. മക്കള് പാട്ട് പാടുന്നുണ്ട്. ജോ പത്തർ ബുദ്ധി തേ വഹ അബ് ഗീത് ഗാത്തെ ഹെ. കല്ല് ബുദ്ധിയായിരുന്നവരിപ്പോൾ പാട്ട് പാടുന്നു, ഗീതം ആലപിക്കുന്നു. പാരസ്ബുദ്ധി ബന്നേ കെ ലിയേ. പാരസ്ബുദ്ധിയാകാൻ വേണ്ടി. एक गीत भी है कि പത്രോं ने गीत गाया. ഒരു ഗീതമുണ്ട്, കല്ലുകള് ഗീതം ആലപിച്ചു. വഹ പത്തർ തോ ഗീത് നഹി ഗാത്തെ. കല്ലൊന്നും ഗീതം ആലപിക്കില്ല. പരന്തു പത്തർ ബുദ്ധി മനുഷ്യ ഗാത്തെ ഹെ. കല്ല് ബുദ്ധിയായ മനുഷ്യരാണ് ഗീതം ആലപിക്കുന്നത്. അബ തുംകോ ഈശ്വരീയ ബുദ്ധി മിലി ഹെ. ഇപ്പോൾ നിങ്ങൾക്ക് ഈശ്വരീയ ബുദ്ധി ലഭിച്ചിട്ടുണ്ട്. ഈശ്വർ ने अपने बच्चों को बुद्धि दी है. ഈശ്വരൻ തന്റെ മക്കൾക്ക് ബുദ്ധി തന്നു. ജബ് ഹം ഈശ്വർ കെ ബനെ ഹെ തോ ദേഹ സഹിത്. നമ്മൾ എപ്പോഴാണോ ഈശ്വരന്റേതാകുന്നത് അപ്പോൾ ദേഹസഹിതം. ഹം സാരി ദുനിയാക്കോ ഭൂൽ ജാത്തെ ഹെ. മുഴുവൻ ലോകത്തെയും നാം മറക്കുകയാണ്. ക്യൂക്കി യഹ രഹനെ ലായക് ദുനിയ നഹി ഹെ. കാരണം ഇത് ജീവിക്കാൻ യോഗ്യതയുള്ള ലോകം അല്ല. ബഹുത് ചീച്ചി ഹേ. വളരെ ചീച്ചിയാണ്. ഇസ്മേ ബഹുത് കിറ്റ് കിറ്റ് ഹേ. ഘോർ ദന്തേ ഹേ. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ലോകത്ത്. കൊയ് സുഖ് നഹി ഹേ. ഒരു സുഖവും ഇല്ല ഈ ലോകത്ത്. ഇസിലിയേ ഹം ആപ്കെ ഗലോ മേ പിരോ ജാത്തെ ഹെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ കഴുത്തിലെ മാലയാകുന്നത്. अपने को आत्मा निश्चय कर हम आपके ही बन जाते हैं. സ്വയം ആത്മാവാണെന്ന് നിശ്ചയിച്ച് ഞാൻ അവിടുത്തേതായി തന്നെ മാറുന്നു. तो पुरानी दुनिया पुराने शरीर से दिल हट जाती है. അപ്പോൾ പഴയ ലോകം പഴയ ശരീരം ഇവയിൽ നിന്നും മനസ്സ് മാറുകയാണ്, അകലുകയാണ്. क्योंकि जानते हैं आपसे हमको नई दुनिया का वर्षा मिलता है. കാരണം അറിയാം അവിടുന്ന് പുതിയ ലോകത്തിന്റെ ആസ്തി ലഭിക്കുകയാണ്. जब तक यह निश्चय नहीं तो वह ब्राह्मण बन ना सके. ഈ നിശ്ചയം ഇല്ലാത്തതുവരെ ബ്രാഹ്മണനാകാൻ സാധിക്കില്ല. ജീതേ ജി ബാപ് കാ ബന്നാ ഹേ. ജീവിച്ചിരിക്കെ ബാബയുടേതാകണം. നിരാകാർ ബാപ്പോ ഹി കഹാ ജാതാ ഹേ ബാബ. നിരാകാര അച്ഛനെയാണ് പറയുന്നത് ബാബ എന്ന്. ആപ് ഹമാരെ ബാപ്പ് ബി ഹോ, ശിക്ഷക് ബി ഹോ, സത്ഗുരു ബി ഹോ. അവിടുന്ന് അച്ഛനാണ്, ശിക്ഷകനാണ്, സത്ഗുരുവുമാണ്. ആപ് ഹമേ പ്രത്യക്ഷ ഫൽ ദേനെ വാലേ ബി ഹോ. അവിടുന്ന് പ്രത്യക്ഷ ഫലം തരുകയും ചെയ്യുന്നു. बाप के रूप में विश्व की बादशाही का वर्षा देने वाले हो. അച്ഛന്റെ രൂപത്തിൽ വിശ്വരാജ്യം തരുന്നു. ശിക്ഷകെ രൂപ സേ സാരെ ബ്രഹ്മാണ്ഡ്. ശിക്ഷകന്റെ രൂപത്തിലോ മുഴുവൻ ബ്രഹ്മാണ്ഡം. പുരാണി और दुनिया के आदि मध्य अंत की नॉलेज देते हो. പിന്നെ ശിക്ഷകന്റെ രൂപത്തില് ഈ ലോകത്തിന്റെ ആദി മധ്യ അന്തിമത്തിന്റെ ജ്ഞാനം തരുന്നു. സത്ഗുരു കെ രൂപ മേ ഹമേ മുക്തി ധാമേ സാത്ത് ലേ ജായേംഗെ. സത്ഗുരുവിന്റെ രൂപത്തിൽ മുക്തി ധാമത്തിലേക്ക് കൂടെ കൊണ്ടുപോകും. ഫിർ ജീവൻ മുക്തി മേ ഭേജ് ദേംഗെ. പിന്നെ ജീവൻ മുക്തിയിലേക്ക് അയക്കും. कहते भी हैं बाबा हम आपके साथ ही चलेंगे. പറയുന്നു ബാബ ഞാൻ ബാബയുടെ കൂടെയാണ് തിരിച്ചു വരിക. വീട്ടിലേക്ക് വരിക. आप ही हमारे सच्चे सतगुरु हो. അവിടുന്നാണ് എന്റെ സത്യമായ സത്ഗുരു. ഓ ഗുരു ലോക് തോ സാത്ത് നഹി ലേ ജാത്തെ. ലോകത്തിലെ ഗുരുക്കന്മാരെ കൂടെ കൊണ്ടുപോകില്ല.
उनको तो मुक्ति जीवन मुक्ति के रास्ते का ही मालूम नहीं है. അവർക്ക് മുക്തിയെ കുറിച്ചോ ജീവൻ മുക്തിയെ കുറിച്ചുള്ള മാർഗം അറിയില്ല. वह लोग तो बाप को ही सर्वव्यापी कह देते हैं. ലോകര് ബാബയെ സർവവ്യാപി എന്ന് പറയുന്നു. तो वर्षा कौन देंगे? അപ്പോൾ ആരാണ് ആസ്തി തരുക? किसको कहेंगे ओ गॉड? ആരെ പറയും ഓ ഗോഡ് എന്ന്? अभी तुम बच्चे जानते हो हम निराकार शिव बाबा के बने हैं. കുട്ടികളെ, നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി നാം നിരാകാരിയായ ശിവ് ബാബയുടേതായി മാറി. अब हमारा देह बान टूट गया. ഇപ്പോൾ എന്റെ ദേഹബോധം വിട്ടുമാറി. हम आपके डायरेक्शन पर चलते हैं. ഞാൻ അവിടുത്തെ നിർദ്ദേശത്തിലൂടെ ചലിക്കും. बाप कहते हो आप कहते हो देह के संबंध से बुद्धि हटाए. അവിടുന്ന് പറയുന്നു ദേഹ സംബന്ധങ്ങളിൽ നിന്നും ബുദ്ധിയെ അകറ്റു. अपने को आत्मा निश्चय कर मेरे को याद करो. സ്വയം ആത്മാവാണെന്ന് നിശ്ചയിച്ച് എന്നെ ഓർമ്മിക്കൂ. जब आत्मा शरीर से निकल जाती है, ആത്മാവ് ശരീരത്തിൽ നിന്നും വിട്ടു പോകുമ്പോൾ ആപ് മുയേ മർ ഗയി ദുനിയ, മരിച്ചവർക്ക് ലോകമേ മരിച്ചു കഴിഞ്ഞു. फिर कोई संबंध नहीं रहता, പിന്നെ ഒരു സംബന്ധവും അവിടെ ഇല്ല. जब तक माँ के घर में प्रवेश ना करे तब तक तुम्हारे लिए कोई दुनिया ही नहीं है. വേറൊരു അമ്മയുടെ ഉദരത്തിൽ പ്രവേശിക്കാത്തത് വരയ്ക്കും അവർക്ക് ഒരു ലോകവും ഇല്ല. ദുനിയാസെ തും അലഗ് ഹോ, ലോകത്തിൽ നിന്നും നിങ്ങൾ വേറിട്ടിരിക്കുകയാണ്. अब बाप कहते हैं बच्चे तुम जीते जी सब कुछ भूल मेरे बनो. ബാബ പറയുന്നു നിങ്ങൾ ജീവിച്ചിരിക്കെ എല്ലാം മറന്ന് എന്റേതായി മാറൂ. मैं तुमको साथ ले जाऊंगा, ഞാൻ നിങ്ങളെ കൂടെ കൊണ്ടുപോകും. यह दुनिया खत्म होने वाली है, ഈ ലോകം തീരുന്നതാണ്. देवताए कब पतित दुनिया में नहीं आते हैं. ദേവന്മാർ ഒരിക്കലും പതീത ലോകത്തിൽ വരികയില്ല. लक्ष्मी का आह्वान करते हैं तो सफाई आदि बहुत करते हैं. ലക്ഷ്മിയെ ആവാഹിക്കുമ്പോൾ ഒരുപാട് വീടെല്ലാം കടയോ വീടോ എവിടെയാണോ ആവാഹിക്കുന്നത് അവിടെ എല്ലാം വൃത്തിയാക്കും. परंतु यह सत्यത്തോടെ ही है जो लक्ष्मी आवे. ലക്ഷ്മി വരാൻ ഇത് സത്യയുഗമാണോ? फिर नारायण कहां से आएगा? പിന്നെ നാരായണൻ എവിടുന്നാ വരിക? भला महालक्ष्मी को 4 भुजाएं क्यों देते हैं? മഹാലക്ഷ്മിക്ക് 4 ഭുജങ്ങൾ എന്തിനാ കൊടുക്കുന്നേ? कोई यह तोड़े ही समझते हैं कि यह दोनों ही है. ഇതാരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ലക്ഷ്മിയും നാരായണനും കൂടിയിട്ടാണ് 4 ഭുജങ്ങൾ കൊടുക്കുന്നത് എന്ന്. ऐसा तो कोई चित्र बन नहीं सकता जिसको 4 भुजा हो. 4 ഭുജങ്ങളുള്ള ഒരു ചിത്രവും ഉണ്ടാക്കാൻ സാധ്യം അല്ല. फिर 2 मुख देना चाहिए. അപ്പൊ പിന്നെ 2 വാ കാണിക്കണം. 4 टांगे तो कभी नहीं दिखाएंगे. 4 കാലുകൾ ഒരിക്കലും കാണിക്കാറില്ല. क्योंकि ऐसा तो मनुष्य कब हो ना सके. കാരണം ഇങ്ങനെയുള്ള മനുഷ്യരൊരിക്കലും ഉണ്ടാകാൻ സാധ്യമല്ല. वह सब समझने के लिए है कि यह युगल लक्ष्मी नारायण है. ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. समझाने के लिए है. ലക്ഷ്മിയും നാരായണനും യുഗളാണ്. अलग होगे तो 2 भुजा 2 टांगे भी होंगे. വേറെ വേറെ ആകുമ്പോ 2 കൈകളും 2 കാലുകളും. बाप कहते हैं पहले पहले यह निश्चय कराओ कि. ബാബ പറയുന്നു ആദ്യം നിങ്ങൾക്ക് വേണ്ട നിശ്ചയം हमारा बाप टीचर गुरु तीनों ही है. ബാബ നമ്മുടെ അച്ഛനാണ്, ടീച്ചറാണ്, ഗുരുവുമാണ്. ഈ 3 സംബന്ധമാണ്. हम सबको साथ ले जाएगा. ഈ അച്ഛൻ നമ്മളെ എല്ലാവരെയും കൂടെ കൊണ്ടുപോകും. उनका कोई चेला चाटी नहीं है जो पिछाड़ी में ज्ञान देगा वह साथ ले जाएगा. പുറകിലെ ശിഷ്യന്മാരൊന്നുമില്ല. ബാബ പോയാ പിന്നെ ജ്ഞാനം കൊടുത്ത് കൊണ്ടുവരാൻ വേണ്ടി. बाप समझाते हैं अब वापस जाना है.
ബാബ മനസ്സിലാക്കി തരുന്നു, ഇപ്പോൾ തിരിച്ച് പോകണം. ക്യൂങ്കി നാടക് പൂരാ ഹോത്താ ഹെ, കാരണം നാടകം പൂർത്തിയാകുകയാണ്. ബാബ് कहते हैं सबका सद्गति दादा पतित पावन मैं हूँ. ബാബ പറയുന്നു, എല്ലാവരുടെയും സദ്ഗതി ദാതാവ് പതിത പാവനൻ ഞാനാണ്. കാലോ കാ കാലോ ഹോ, കാലന്മാരുടെ എല്ലാം കാലനാണ്. യഹ ജം കട്ടെ ആദി കാ സാക്ഷാത്കാർ ഹോത്താ ഹെ, ക്യൂങ്കി കടുത്ത ശിക്ഷയുടെ സാക്ഷാത്കാരം കിട്ടുന്നുണ്ട്. കാരണം പാപ് കർത്തേ ഹെ തോ സജാ ഭി കാത്തെ ഹെ, പാപം ചെയ്താൽ ശിക്ഷ വാങ്ങണം. ബാക്കി ജംകട്ട് ആദി ഹേ നിഹി, ബാക്കി കടുത്ത ശിക്ഷ എന്ന് പറയുന്ന പോലെ എന്താണ്, ഈ നമ്മൾ കേട്ട പോലത്തെയുള്ള അങ്ങനത്തെ ശരീരത്തിനെ പീഡിപ്പിക്കുന്ന പോലത്തെയുള്ള കഷ്ട ശിക്ഷകളല്ല. ആത്മാ ഏക് ശരീർ ചോട് ദൂസറാ ലേത്തി ഹെ, ആത്മാവ് ഒരു ശരീരം വിട്ട് വേറെ എടുക്കുകയാണ്. ഗർഭമേ സജാ മിൽത്തി ഹെ തോ ത്രാഹി ത്രാഹി കർത്തേ ഹെ, ഗർഭത്തിൽ ശിക്ഷ കിട്ടുകയാണ്. അപ്പോ അയ്യോ അയ്യോ എന്ന് പറയുന്നു. അപ്പൊ പെഹലെ പെഹലെ ബച്ചോങ്കോ യഹി നിശ്ചയ കർണ ഹെ, ഇപ്പോ ആദ്യമാദ്യം മക്കൾ ഈ ഒരു നിശ്ചയം കൊണ്ടുവരണം. യഹി ഹമാരാ ബാപ്പ് ടീച്ചർ സത്ഗുരു ഹെ, ബാബ നമ്മുടെ അച്ഛനാണ്, ടീച്ചറാണ്, സത്ഗുരുവുമാണ്. और एक को ही याद करना है, ഒരു ബാബയെ വേണം ഓർമ്മിക്കാനും. രചയിതാവി ഏക് ഹോത്താ ഹെ, രചയിതാവും ഒന്നാണ്. 10 या 100 രചയിതാ നഹി ഹെ, നാ കി 10 ദുനിയായേ ഹെ, 10 രചയിതാവോ 100 രചയിതാവോ ഇല്ല, പിന്നെ 10 ലോകങ്ങളുമൊന്നും ഇല്ല. बच्चे कहते हैं बाबा हम आपके गले का हार बने, മക്കള് പറയുന്നു, ബാബ ഞാൻ അവിടുന്ന് കഴുത്തിലെ മാലയാകാം. ഫിർ ഹമാരി രുദ്രമാല ബനേഗി, പിന്നെ നമ്മുടെ രുദ്രമാല തയ്യാറാകും. ഈ സമയത്തും ബ്രാഹ്മൺ പുരുഷാർത്ഥി ഹോ, ഈ സമയത്ത് നിങ്ങൾ ബ്രാഹ്മണർ പുരുഷാർത്ഥികളാണ്. തുമാരി മാല നഹി ബൻ സക്തി ഹെ, നിങ്ങളുടെ മാല തയ്യാറാകില്ല. ക്യൂങ്കി തും ഗിർത്തെ ഓർ ചടുത്തെ ഹോ, കാരണം നിങ്ങൾ വീഴുന്നു പിന്നെ നിങ്ങൾ കയറുന്നു. തും ജാനത്തെ ഹോ ഹം ബാബാ കി മാല ബൻ ഫിർ വിഷ്ണു കി മാല ബൻ ജായെങ്കെ, നിങ്ങൾക്കറിയാം നാം ആദ്യം ബാബയുടെ മാലയാകും, പിന്നെ വിഷ്ണുവിന്റെ മാലയാകും. പേലെ പേലെ ആക്കി നിരാകാരി മാല പരംധാമേ ആയെങ്കെ, ആദ്യം നിരാകാര മാല പരംധാമത്തിൽ വരും. ഫിർ സാകാരി മാല ബൻ വിഷ്ണു ലോകമേ ആയെങ്കെ, പിന്നെ സാകാരി ലോകത്ത് വന്ന് വിഷ്ണുവിന്റെ കഴുത്തിലെ മാലയാകും. ചില ആദ്യം പരനാമത്തിൽ പോകും, പിന്നെ സത്യുഗത്തിൽ വരും. മനുഷ്യ ഇൻ ബാത്തോം കോ നഹി ജാനത്തെ, മനുഷ്യര് ഈ കാര്യങ്ങളൊന്നും അറിയുന്നേയില്ല. ബच्चे कहते हैं हम आपके जीते जी बने हैं, മക്കള് പറയുന്നു ഞങ്ങൾ ജീവിച്ചിരിക്കെ അവിടുത്തേതായി മാറി. नहीं तो साकार मनुष्य साकारी मनुष्यों को अडॉप्ट करते हैं, ഇല്ലെങ്കിൽ സാകാര മനുഷ്യനാണ് സാകാര മനുഷ്യരെ ദത്തെടുക്കുക. यहाँ तुम निराकारी आत्माओं को निराकार शिव बाबा अडॉप्ट करते हैं, ഇവിടെ നിരാകാരിയായ ആത്മാക്കൾ നിങ്ങളെ നിരാകാരിയായ ശിവ് ബാബ ദത്തെടുക്കുകയാണ്. ब्रह्मा द्वारा कहते हैं हे ആത്മായേ തും മേരി ഹോ, ബ്രഹ്മാവിലൂടെ പറയുകയാണ്, ഹേ ആത്മാക്കളെ നിങ്ങൾ എന്റേതാണ്. ऐसे नहीं कहते साकार तुम मेरे हो, സാകാരത്തിലാണ് നിങ്ങൾ എന്റെ എന്ന് ബാബ പറയുന്നില്ല. യഹാ നിരാകാർ കോ कहते हैं मैं आपकी हूँ, ഇവിടെ നിരാകാരിയാണ്, നിരാകാരിയോട് പറയുന്നത് ഞാൻ അവിടുത്തേതാണ്. അർത്ഥം ആത്മാക്കളാണ് പരമാത്മാവിനോട് പറയുന്നത് ഞാൻ അവിടുത്തേതാണ്. ബാക്കി ജോ അഡോപ്റ്റ് കർത്തേ ഹേ വഹ ശരീർ കോ ദേഖ്തേ ഹേ, ബാക്കി ലോകത്തിൽ ആര് ദത്തെടുക്കുന്നോ അവർ ശരീരത്തിനെയാണ് നോക്കുക. അപ്പനെ കോബി ആത്മാനെ ഈ സമസ്തേ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നില്ല. ഭായി കോ അഡോപ്റ്റ് കരേ തോ ക്യാ മിലേഗ, ഒരു സഹോദരാത്മാവ് വേറൊരു സഹോദരാത്മാവിനെ ദത്തെടുത്താൽ എന്ത് കിട്ടാനാ? യഹാ തോ ബാപ് അഡോപ്റ്റ് കർത്തേ ഹേ, ഇവിടെ ബാബയാണ് ദത്തെടുക്കുന്നത്. വർഷ ദേനെ കെ ലിയെ, ആസ്തി തരാൻ വേണ്ടിയാണ്.
यह बड़ी ഗുഹ്യ ബാത്തേ ഹേ ജോ അച്ഛി രീതി പഠേംഗെ. ഇത് വളരെ ഗുഹ്യമായ കാര്യങ്ങളാണ്. ആരാണോ നല്ല രീതിയിൽ പഠിക്കുന്നത് ഉൻകി ബുദ്ധി മേ ഹേ ബാത്തേ ബേട്ടേക്ക്, അവരുടെ ബുദ്ധിയിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. നിരാകാർ ബാപ് കഹത്തെ ഹേ, നിരാകാര ബാബ പറയുന്നു, ദേഹ് കാ ബാൻ ചോട് മേരേ ബനോ, ദേഹബോധം കളയൂ, എന്റേതാകൂ. तो मैं तुमको നിരാകാരി ദുനിയാമേ സാത്ത് ലേ ചലൂങ്ക. അപ്പോൾ ഞാൻ നിങ്ങളെ നിരാകാര ലോകത്തിൽ കൂടെ കൊണ്ടുപോകും. ശ്രീകൃഷ്ണ की ആത്മാ को പരമാത്മാ नहीं कह सकते हैं. ശ്രീകൃഷ്ണന്റെ ആത്മാവിനെ പരമാത്മാവെന്ന് പറയാൻ സാധിക്കില്ല. वह भी 84 ജന്മം പൂരെ ലേത്തെ ഹേ. ശ്രീകൃഷ്ണനും കംപ്ലീറ്റ് 84 ജന്മങ്ങൾ എടുക്കുന്നു. ലക്ഷ്മി നാരായൺ की രാജധാനി ചലി ഹേ. ലക്ഷ്മി നാരായണന്റെ രാജധാനി നടക്കുന്നു. രാജാ രാജാ ഹേ, റാണി റാണി ഹേ. സബ്കോ അപ്ന ഭിന്ന ഭിന്ന പാർട്ട് മിലാ ഹുവാ ഹേ. ഓരോരുത്തർക്കും അവരവരുടേതായ ഭിന്ന ഭിന്ന പാർട്ട് ലഭിച്ചിരിക്കുകയാണ്. 84 ജന്മം ലേത്തെ ഹേ, 84 ജന്മങ്ങൾ എടുക്കുന്നു. ഏക കി ബാത്ത് നഹി, ഒരാളുടെ കാര്യം അല്ല. പുനർജന്മത്തോ സബ്കോ ലേനാ ഹേ, എല്ലാവർക്കും പുനർജന്മങ്ങൾ എടുക്കണം. തും ബച്ചോ കോ സംജാനാ ഹേ 84 का ചക്ര കേസേ ഫിർത്താ ഹേ. കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കൂ, എങ്ങനെയാണ് 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങുന്നത്. 84 लाख जन्म करने से सारी बात बिगड़ जाती है. 84 ലക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ വിഷയമേ മാറിപ്പോയി. ലാഖോ വർഷ की बात भी याद ना पड़े. ലക്ഷം വർഷങ്ങളുടെ കാര്യം ഓർമ്മയേ ഉണ്ടാവില്ല. അഭി യാദ് പെടുത്ത, ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട്. ആജ് ഭ്രഷ്ടാചാരി ദുനിയ കൽ ശ്രേഷ്ഠാചാരി ബനേഗി. ഇന്നത്തെ ഭ്രഷ്ടാചാര ലോകം നാളെ ശ്രേഷ്ഠാചാരമായി മാറും. हम लिख सकते हैं जैसे शास्त्रों में लिखा है, हम न्यू इंडिया बनाकर छोड़ेंगे. നമുക്ക് എഴുതാം, ശാസ്ത്രങ്ങളിൽ എഴുതിയതുപോലെ ഞങ്ങൾ ന്യൂ ഇന്ത്യ ആക്കിയിട്ടേ പോകുള്ളൂ. अब न्यू इंडिया तो होती है न्यू वर्ल्ड में. ഇപ്പോൾ ന്യൂ ഇന്ത്യ ന്യൂ വേൾഡിലാണ്. वहाँ देवता धर्म के सिवाय और कोई धर्म होता नहीं. അവിടെ ദേവതാധർമ്മം അല്ലാതെ വേറെ ഒരു ധർമ്മവും ഉണ്ടാകില്ല. अब तो भारत में अथाह धर्म है. ഇപ്പോൾ ഭാരതത്തിൽ അളവറ്റ ധർമ്മം ഉണ്ട്. അനേക പ്രകാരം की ഠാൽ ഠാലിയാ ഹെ. അനേകം മതങ്ങളാണ്. കൽപവൃക്ഷത്തിന് എങ്ങനെ അനേകം ശാഖകൾ, അതുപോലെ ഈ ലോകത്തിന് അനേകം മതങ്ങളാണ്. ऐसा पिछाड़ी के हो गए. ഇതെല്ലാം ലാസ്റ്റിലായി കഴിഞ്ഞു. यह भी दिखाया है लक्ष्मी नारायण सब ब्रह्मा सरस्वती बने हैं. ഇതും കാണിച്ചിട്ടുണ്ട്. ലക്ഷ്മിയും നാരായണനുമാണ് ഇപ്പോൾ ബ്രഹ്മാവും സരസ്വതിയുമായിരിക്കുന്നത്. फिर ब्रह्मा सरस्वती सो लक्ष्मी नारायण बनेंगे. പിന്നെ ബ്രഹ്മ സരസ്വതി ലക്ഷ്മി നാരായണനാകും. इसीलिए दिखाते हैं विष्णु से ब्रह्मा निकला, ब्रह्मा से फिर विष्णु निकला. അതുകൊണ്ടാണ് പറയുന്നത് വിഷ്ണുവിൽ നിന്നും ബ്രഹ്മാവ് വന്നെന്നും ബ്രഹ്മാവിൽ നിന്നും വിഷ്ണു വന്നെന്നും. तुम अब विष्णु के कुल के बन रहे हो. ഇപ്പോൾ നിങ്ങൾ വിഷ്ണു കുലത്തിന്റേതായി മാറുകയാണ്. खुशी का पारा उनको चढ़ेगा. ആർക്കാ സന്തോഷത്തിന് ലഹരി കയറുക? जो अच्छी रीति समझते हैं. ശരിക്ക് ആരാണോ മനസ്സിലാക്കിയിരിക്കുന്നത്, ബറോബർ അബ് നാടക പൂരാ ഹോനെ വാലാ ഹെ. ശരിയാണ്, ഈ നാടകം തീരാറായി. नाटक करने से आदि मध्य अंत सब याद आ जाता है. നാടകം എന്ന് പറയുമ്പോൾ തന്നെ ആദി മധ്യ അന്തിമം എല്ലാം ഓർമ്മ വരും. तुम्हारे पास जो समझू सयाने होंगे. നിങ്ങളുടെ അടുത്ത് ആരാണോ വിവേകശാലികൾ ഉള്ളത്, ഉनको बेहद के ड्रामा की याद रहेगी. അവർക്ക് പരിധിയില്ലാത്ത നാടകം ഓർമ്മയുണ്ടാകും. पहले सूर्यवंशी ചന്ദ്രവംശി രാജ്യം ഹുവാ, ഫിർ ബാഹർ വാലെ ആയേ. ആദ്യം സൂര്യവംശ രാജ്യം, പിന്നെ ചന്ദ്രവംശ രാജ്യം, പിന്നെയാണ് മറ്റു മതങ്ങൾ വന്നത്. വൈശ്യവംശി ശൂദ്രവംശി ബനെ. പിന്നെ വൈശ്യവംശികളായി ശൂദ്രവംശികളായി. हम आत्माओं ने ऐसे 84 जन्म लिए हैं.
ആത്മാക്കൾ നമ്മൾ ഇങ്ങനെ 84 ജന്മങ്ങൾ എടുത്തു. यह भी बहुतों को याद नहीं पड़ता. ഇതൊന്നും നിറയെ പേർക്ക് ഓർമ്മ വരുന്നില്ല. ഡ്രാമ के आदि मध्य अंत का ज्ञान होना चाहिए. ഡ്രാമയുടെ ആദി മധ്യ അന്തിമത്തിന്റെ ജ്ഞാനം വേണം. यह 5000 वर्ष का नाटक यह बुद्धि में रहना चाहिए. ഇത് 5000 വർഷത്തിന്റെ നാടകമാണ്. ഇത് ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ആത്മാ കിത്തിനി ചോട്ടി ഹേ. ആത്മാവ് എത്ര ചെറുതാണ്. 84 ജന്മം കാ പാർട്ട് ബജാത്തി ഹേ. 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിക്കുന്നു. പരമാത്മാ ഭി കിतना छोटा है. പരമാത്മാവും എത്ര ചെറുതാണ്. वह भी पार्ट बजाने के लिए बांधा हुआ है. ड्रामा के वश है. പരമാത്മാവും ഈ ഡ്രാമയിൽ അഭിനയിക്കാൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഡ്രാമയ്ക്ക് വശപ്പെട്ടിരിക്കുകയാണ്. संगम होगा तो उनके पार्ट बजाने का टाइम इमर्ज होगा. സംഗമയുഗം വരുമ്പോൾ ബാബയുടെ പാർട്ട് ഇമർജ് ആകും. शास्त्रों में फिर लिख दिया है भगवान को संकल्प होता नई सृष्टि रचूं. ശാസ്ത്രങ്ങളിൽ എഴുതി പുതിയ സൃഷ്ടി രചിക്കണം എന്ന് ഭഗവാന് സങ്കല്പം വന്നു. പരന്തു ലിഖാ ऐसा है जो कोई समझ ना सके. അങ്ങനെ എഴുതിയത് കൊണ്ട് ആർക്കും ഇത് മനസ്സിലാവുന്നില്ല. എന്താ ആ സമയം വന്നപ്പോ സംഗമത്തിൽ വന്നപ്പോൾ ബാബയുടെ പാർട്ട് ഇമർജ് ആകുകയാണ്. എസാബ് ഹേ പാസ്റ്റ് കി ബാത്. ഇതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങൾ. തും തോ പ്രാക്ടിക്കൽ പാർട്ട് ബജാ രഹേ ഹോ. നിങ്ങൾ പ്രാക്ടിക്കലി പാർട്ട് അഭിനയിക്കുന്നു. തും ജാൻതേ ഹോ ഹമാരാ ബാ ടീച്ചർ ഗുരു തീനോ ഹി ഹേ. നിങ്ങൾക്കറിയാം നമ്മുടേത് അച്ഛൻ ടീച്ചർ ഗുരു 3 പേരും ഉണ്ട്. നമുക്ക് അച്ഛനുമുണ്ട്, ടീച്ചറുമുണ്ട്, ഗുരുവും ഉണ്ട്. ലൗകിക് ബാപ് കോ കഭി ऐसे नहीं कहेंगे. ലൗകിക അച്ഛനെ ഒരിക്കലും അങ്ങനെ പറയില്ല. ഗുരു കോ തോ ഗുരു ഹി കഹേംഗെ. ഗുരുവിനെ ഗുരു എന്നേ പറയുള്ളൂ. യഹാ തോ തീനോ ഹി ഏക് ഹേ. ഇവിടെ 3 പേരും ഒന്നാണ്. യഹ സമജ്നെ കി ബാത്തേ ഹേ. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. നോളജ്ഫുൾ ഗോഡ് ഫാദർ കോ ഹി കഹത്തെ ഹേ. ഗോഡ് ഫാദറിനെയാണ് നോളജ്ഫുൾ എന്ന് പറയുക. ഉസ്മേ സാരേ ജാഡ് കി നോളജ് ഹേ ക്യൂങ്കി ചൈതന്യ ഹേ. ബാബയിൽ മുഴുവൻ വൃക്ഷത്തിന്റെയും ജ്ഞാനം ഉണ്ട്. ബാബ ചൈതന്യമാണ്. ആക്കർക്കെ സാരി നോളജ് ദേത്തെ ഹേ. വന്ന് മുഴുവൻ ജ്ഞാനവും തരുന്നു. अब तुम बच्चे जानते हो हम इस देह को भी छोड़ बाबा के साथ चले जाएंगे. കുട്ടികളെ നിങ്ങൾക്കറിയാം നാം ഈ ദേഹത്തെ ഉപേക്ഷിച്ച് പോകും ബാബയുടെ കൂടെ. जब तुम कर्मातीत बन जाएगा तब तुम्हारे में कोई भूत नहीं रहेगा. നിങ്ങൾ കർമാതീതമാകുമ്പോൾ നിങ്ങളിൽ യാതൊരു ഭൂതവും ഉണ്ടാകുകയില്ല. देह अभिमान का पहला नंबर भूत है. देह अभिमानമാണ് नंबर 1 ഭൂതം. इन सब भूतों का बड़ा है रावण. ഈ ഭൂതങ്ങൾക്കെല്ലാം വലുത് രാവണനാണ്. ഭാരത് में ही रावण को जलाते हैं. ഭാരതത്തിലാണ് രാവണനെ കത്തിക്കുന്നത്. परंतु रावण क्या चीज है कोई जानते ही नहीं. പക്ഷേ ഈ രാവണൻ എന്താണ് ഇതാരും അറിയുന്നില്ല. यह दशहरा रक्षाबंधन दीपमाला कब से मनाते आए हैं. ദശഹര രക്ഷാബന്ധൻ ദീപാവലി ഇതൊക്കെ എപ്പോ തൊട്ട് ആഘോഷിക്കാൻ തുടങ്ങിയതാണ്. കുച്ച് ബി പത്താ നഹി. ഒന്നും അറിയില്ല. ആഖിരി രാവൺ മർനാ ഹേ യാ ऐसे ही चलता रहेगा. അവസാനം ഈ രാവണൻ മരിക്കുവോ അതോ ഇങ്ങനെ തന്നെ അങ്ങ് പോകുമോ. കുച്ച് പത്താ നഹി പടുത്താ. ഒന്നും അറിയില്ല. രാവൺ കോ ജലാത്തെ ഹോ फिर जो जी उठता है. രാവണനെ കത്തിച്ചു പിന്നെ അങ്ങ് ജീവൻ വെച്ചു. क्योंकि उनका राज्य है. കാരണം രാവണന്റെ രാജ്യമാണ്. സത്യുഗമേ രാവൺ होता ही नहीं. സത്യുഗത്തിൽ രാവണനെ ഇല്ല. यहाँ योग बल से वहाँ योग बल से बच्चा पैदा होते हैं. അവിടെ യോഗ ബലത്തിലൂടെയാണ് മക്കൾ ജനിക്കുക. जबकि योग बल से तुम विश्व के मालिक बनते हो. യോഗ ബലത്തിലൂടെ നിങ്ങൾ വിശ്വത്തിന്റെ യജമാനനാകുന്നു. तो क्या योग से बच्चा पैदा नहीं हो सकते. അപ്പൊ പിന്നെ യോഗ ബലത്തിലൂടെ മക്കൾ ഉണ്ടാകില്ലേ.
वहाँ रावण ही नहीं तो भोग का भी ज्ञान नहीं. രാവണനേ ഇല്ല എങ്കിൽ അവിടെ ഈ വിഷയങ്ങളൊന്നുമേ ഇല്ല. ഇസിലിയെ ശ്രീകൃഷ്ണ കോ യോഗേശ്വർ कहते हैं. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ യോഗേശ്വരൻ എന്ന് പറയുന്നത്. വ സമ്പൂർണ്ണ നിർവികാരി ഹെ. ശ്രീകൃഷ്ണൻ സമ്പൂർണ്ണ നിർവികാരിയാണ്. യോഗി കബി ഭോഗ് വികാർ നഹി കർത്തെ. യോഗികൾ ഒരിക്കലും വികാരികളാവില്ല. അഗർ ഭോഗി ബനെ തോ ഫിർ യോഗ സിദ്ധ നാ ഹോ. വികാരികളായാൽ പിന്നെ യോഗി എന്ന് പറയാൻ പറ്റില്ല. അബ് തും യോഗ സീഖ് രഹേ ഹോ. നിങ്ങളിപ്പോൾ യോഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭോഗി ബന്നേസെ അഥവാ വികാർ മേ ജാനേസെ യോഗ ലഗ് നാ സകെ. ഭോഗിയായാൽ അഥവാ വികാരങ്ങളിൽ പോയാൽ യോഗം ഉണ്ടാകില്ല. യോഗ ബാബയുമായിട്ടുള്ള ബന്ധം വയ്ക്കാൻ സാധിക്കില്ല. तुम बच्चों को बाप टीचर सतगुरु तीनों का इकट्ठा वर्षा मिलता है. കുട്ടികളായ നിങ്ങൾക്ക് അച്ഛന്റെയും ടീച്ചറുടെയും ഗുരുവിന്റെയും ആസ്തി ഒരുമിച്ചാണ് ലഭിക്കുന്നത്. സത്ഗുരു സബ്കോ സാത്ത് ലേ ജാത്തെ ഹെ. സത്ഗുരു എല്ലാവരെയും കൂടെ കൊണ്ടുപോകും. ലേ തോ സബ്കോ ജായേഗ പരന്തു തും ഗലേ കാ ഹാർ ബൻതേ ഹോ. എല്ലാരെയും കൊണ്ടുപോകും, പക്ഷേ നിങ്ങൾ കഴുത്തിലെ മാലയാകുകയാണ്. സാജൻ സബ് സജനിയോ കോ ലേ ജായേഗ. പ്രിയതമൻ എല്ലാ പ്രിയതമകളെയും കൊണ്ടുപോകും. പേലെ സാജൻ ചലേഗ. ആദ്യം പ്രിയതമൻ പോകും. फिर सूर्यवंशी चंद्रवंशी. फिर उनका सारा जो घराना है. പിന്നെ സൂര്യവംശി, പിന്നെ ചന്ദ്രവംശി, പിന്നെ ആ കുലത്തിൽപ്പെട്ടവരെല്ലാം. ഇസ്ലാമിയോ की बारात अथवा घराना, बौद्धियों का घराना, പിന്നെ ഇസ്ലാം മതം, ബുദ്ധ മതം, ആ സെക്ഷനിൽപ്പെട്ടവരെല്ലാവരും. सभी आत्माओं को अपने अपने सेक्शन में जाकर बैठना होता है. എല്ലാ ആത്മാക്കൾക്കും പരംധാമത്തിൽ അവരവരുടെ സെക്ഷനിൽ ഇരിക്കണം. ആത്മാ സ്റ്റാർ ഹേ. ആത്മാവ് സ്റ്റാർ ആണ്. യഹ ബഡി സമജ്നെ കി ബാത്തേ ഹെ. ഇത് വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. തക്ദീർവാൻ ഹി ധാരണ കർ ഓറോം കോ ഭി സംജായേംഗെ. ഭാഗ്യശാലികളാണ് ധാരണ ചെയ്ത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. वह फिर महिमा भी लिखते हैं. പിന്നെ ഒരു മഹിമയും എഴുതും. फलानों ने हमको समझाया तो हमारे कपाट കൂൽ गए. ഇന്നാള് എനിക്ക് ജ്ഞാനം പറഞ്ഞു തന്നു, എന്റെ തല അങ്ങ് പൊളന്നു. അർത്ഥം എനിക്കത് ശരിക്ക് കൊണ്ടു. हमने इसने हमको जीदान दे दे. ഇവരാണ് എനിക്ക് പ്രാണദാനം തന്നത്. फिर उनसे ही प्रीत हो जाती है. പിന്നെ അവരോട് സ്നേഹം. उनको ही याद करते रहते. പിന്നെ അവരെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. फिर उनसे ही छुड़ाया जाता. പിന്നെ അവരിന്ന് വിടുവിക്കേണ്ടതായിട്ടുണ്ട്. ദലാൽ को थोड़े ही याद किया जाता है. ഇടയ്ക്ക് നമുക്ക് സംബന്ധം വെപ്പിച്ച ബ്രോക്കറെയാണ് ഓർമ്മിക്കേണ്ടത്. ദലാലിനെ तो ദലാൽ की खलास. ദലാൽ എന്ത് ചെയ്തു? സംബന്ധം ഉറപ്പിച്ചു, കഴിഞ്ഞു. फिर साजन को सजनी याद करती है. പിന്നെ പ്രിയതമൻ പ്രിയതമയെ ഓർക്കുന്നു. പ്രിയതമനെ ഓർമ്മിക്കുന്നു. ബ്രഹ്മ ഭി ഹോ ഗയാ ദലാൽ. ബ്രഹ്മാവും ദലാലാണ്. യാദുസ് ശിവബാബ കോ ഹി കർണ ഹെ. ഓർമ്മിക്കേണ്ടത് ശിവബാബയെയാണ്. യഹ ദലാൽ ഭി ഉൻകോ ഹി യാദ് കർത്തെ. ബ്രഹ്മാവാകുന്ന ബ്രോക്കറും ശിവബാബയെയാണ് ഓർമ്മിക്കുന്നത്. ഇൻകി മഹിമ നഹി. ബ്രഹ്മാബാബയ്ക്കൊന്നും മഹിമയില്ല. ഏതോ പതീത് ഹേ. പതീതമാണ് ബ്രഹ്മാവ്. പേലെ ഇൻമേ പ്രവേശ് ഇൻകോ പാവൻ ബനായ. ആദ്യം ഈ ശരീരത്തിൽ പ്രവേശിച്ച് ഈ ആത്മാവിനെ പാവനമാക്കി. ഏക് ഹേ പതീത്, ഏക് ഹേ പാവൻ. ഒന്ന് പതീതം, ഇനി ഒന്ന് പാവൻ. സൂക്ഷ്മവദൻ മേ ബ്രഹ്മ ഹേ പാവൻ. സൂക്ഷ്മ ലോകത്തിലെ ബ്രഹ്മാവ് പാവനമാണ്. उनकी भी शक्ल दिखानी चाहिए. ആ മുഖം കാണിക്കണം. समझानी तो बार बार दी जाती है. परंतु ബാബ കൂടെ കൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്. പക്ഷേ ആക്കർ ബാക്ക ബനെ വന്ന് ബാബയുടെ ആയി മാറണ്ടേ. ബാബ ഹം ആപ്കെ ഹോ ഗയാ. ബാബ ഞാൻ അവിടുത്തേതായി. ആപ് ഹമാരെ ബാപ്പ് ടീച്ചർ സത്ഗുരു ഹോ. അവിടുന്നാണ് എന്റെ അച്ഛനും ടീച്ചറും സത്ഗുരുവും.
ബാബ കഹേംഗെ മേ ഭി തുംകോ സ്വീകാർ കർത്താ ഹോ. ബാബ പറയുന്നു, ഞാനും നിങ്ങളെ സ്വീകരിക്കുന്നു. പരന്തു യാദ് രഖന മേരി ഇജ്ജത്ത് നഹി ഗവാന. പക്ഷെ ഓർമ്മിച്ചോണേ, എന്റെ ബഹുമാനം കളയരുത്, എന്റെ വില കളയരുത്. മേരാ ബൻകർ ഫിർ വികാർ മേ നഹി ജാന. എന്റേതായ ശേഷം പിന്നെ വികാരങ്ങളിൽ പോകരുത്. വാസ്തവം ഈ സമയം സബ് നരകവാസി ഹെ. വാസ്തവത്തിൽ ഈ സമയത്ത് എല്ലാവരും നരകവാസികളാണ്. യാദ് കർത്തേ ഹെ സ്വർഗക്കോ. ഓർമ്മിക്കുന്നുണ്ട് സ്വർഗത്തിനെ. കർത്തേ ഹെ ഫലാന സ്വർഗവാസി ഹുവാ. പറയും മരിച്ചാല് സ്വർഗത്തിൽ പോയെന്ന്. അരേ സ്വർഗ ഹേ കഹാ. സ്വർഗം എവിടെയുള്ള? അഗർ സ്വർഗ ഗയാത്തോ ഫിർ. സ്വർഗത്തിൽ പോയി എങ്കിൽ പിന്നെ യഹാ ബുലാക്കർ കാനാദി ക്യൂ കിലാത്തേ ഹോ. ഇവിടെ വിളിച്ച് അവർക്ക് എന്തിനാ ഈ ഭക്ഷണമൊക്കെ കൊടുക്കുന്നേ? പതീത ദുനിയാമേ പതീത ബ്രാഹ്മണം കോ ഹി കിലാത്തേ ഹേ. പതീത ലോകത്തിൽ പതീത ബ്രാഹ്മണർക്കാണ് ഭക്ഷണമൊക്കെ ഊട്ടുന്നത്. പാവൻ തോ കൊയ് ഹേ നഹി. ആരും പാവനമായവർ ഇല്ല. പരന്തു ഇസ് ചോട്ടി ബാത് കോ കൊയ് സമജ് നഹി സക്തേ. പക്ഷേ ഈ ചെറിയ കാര്യം ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. अच्छा मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार. ज्ञान देने वाले दलाल से प्रीत ना रख. एक शिव बाबा को ही याद करना है. ജ്ഞാനം തരുന്ന ദലാലായ ബ്രഹ്മബാബയെ ഓർമ്മിക്കാതെ ഒരേ ഒരു ശിവബാബയെ വേണം ഓർമ്മിക്കാൻ. വഹി ജിയദാൻ ദേനെ വാലാ ഹെ. ശിവബാബയാണ് നമുക്ക് പുതിയ ജീവിതം തന്നത്. ഇസ് ബേഹദ് നാട്ടക് കോ ബുദ്ധി മേ രഖ് അപാർ ഖുഷി മേ രഹനാ ഹെ. ഈ പരിധിയില്ലാത്ത നാടകത്തെ ബുദ്ധിയിൽ വെച്ച് അളവറ്റ ഖുഷിയിലിരിക്കണം. देह का बांध छोड़ अशरीरी बनने का अभ्यास करना है. ദേഹബോധം കളഞ്ഞ് അശരീരിയാകാനുള്ള അഭ്യാസം ചെയ്യണം. വരദാനം. अपने भरपूर स्टॉक द्वारा. തന്റെ നിറച്ച സ്റ്റോക്കിലൂടെ खुशियों का खजाना बांटने वाले. സന്തോഷത്തിന്റെ ഖജനാവ് വിതരണം ചെയ്യുന്ന हीरो हीरोइन पार्टदारी भव. संगमयुगी ब्राह्मण आत्माओं का कर्तव्य है सदा खुश रहना. സംഗമയുഗ ബ്രാഹ്മണ ആത്മാക്കളുടെ കർത്തവ്യമാണ് സദാ ഖുഷിയായിരിക്കുക. और खुशी बांटना. സന്തോഷം വിതരണം ചെയ്യുക. लेकिन इसके लिए खजाना भरपूर चाहिए. പക്ഷെ അതിനുവേണ്ടി ഖജനാവ് നിറഞ്ഞിരിക്കണം. अभी जैसा नाजुक समय नजदीक आ जाएगा. വളരെ മോശമായ സമയം അടുക്കുമ്പോൾ अनेक आत्माएं आपसे थोड़े समय की खुशी की मांगनी करने के लिए आएगी. अनेक ആത്മാക്കൾ അല്പസമയത്തിന്റെ ഖുഷിക്ക് വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വരും. तो इतनी सेवा करनी है जो कोई भी खाली हाथ नहीं जाए. നിങ്ങളുടെ അടുത്ത് വരുന്നവർ ഒരാള് പോലും ഖാലി കൈയോടെ പോകരുത്. അത്ര മാത്രം സേവനം ചെയ്യണം. इसके लिए चेहरे पर सदा खुशी के चिन्ह हो. അതിനുവേണ്ടി മുഖത്ത് സദാ സന്തോഷത്തിന്റെ ചിഹ്നം ഉണ്ടാകണം. കബി മൂഡ് ഓഫ് വാല, മായാസെ ഹാർ ഖാനെ വാല. ചിലപ്പോ മൂഡ് ഓഫ് ആകുന്ന മുഖം, മായയോട് തോറ്റുപോകുന്ന മുഖം. ദിൽ ശിക്കസ്ത് വാല ചെഹറ നാ ഹോ. മനസ്സൊടിഞ്ഞു പോയ മുഖം പാടില്ല. സദാ ഖുഷ് രഹോ और खुशी बांटते चलो. സദാ ഖുഷിയായിരിക്കൂ. ഖുഷി വിതരണം ചെയ്തുകൊണ്ടേ പോകൂ. തബ് കഹേംഗെ ഹീറോ ഹീറോയിൻ പാർട്ട്ദാരി. എങ്കിൽ പറയാം ഹീറോ ഹീറോയിൻ പാർട്ട്ദാരി എന്ന്. സ്ലോഗൻ. एक दो की राय को रिगार्ड देना ही. പരസ്പരം നിർദ്ദേശങ്ങൾക്ക്
പരസ്പരം തരുന്ന അല്ലെങ്കിൽ കിട്ടുന്ന നിർദ്ദേശങ്ങൾക്ക് ബഹുമാനം കൊടുക്കുക എന്നതാണ് സംഘടന കോ ഏകതാ കെ സൂത്രമേ ബാന്ധന ഹേ. സംഘടനയെ ഏകതയുടെ നൂലിൽ ബന്ധിപ്പിക്കുക. സ്വമാനം, ഞാൻ ആത്മാവ് ഹീറോ പാർട്ട്ധാരിയാണ്. ഓം ശാന്തി. शब्दों में आपका धन्यवाद करें, किन शब्दों में आपका धन्यवाद करें। दिन रात की ये सेवा हम याद करें, दिन रात की ये सेवा हम याद करें। शब्दों में आपका धन्यवाद करें, दिन रात की ये सेवा हम याद करें। किन शब्दों में आपका धन्यवाद करें। बेहद का प्यार आपने हमको है दिया, हीरा हमें बनाकर श्रृंगार है किया। श्रीमत से मन चमन को आवाज हम करें, किन शब्दों में आपका धन्यवाद करें। दिन रात की ये सेवा हम याद करें, किन शब्दों में आपका धन्यवाद करें। खींचते हमारे प्यार में अब तक भी आ रहे हो, रथ को संभालते हुए वादा निभा रहे हो। ऐसे ही प्यार पर जा निसार हम करें, किन शब्दों में आपका धन्यवाद करें। दिन रात की ये सेवा हम याद करें, किन शब्दों में आपका धन्यवाद करें।
का धन्यवाद